എൻ്റെ വീട്ടിൽ ഞാനൊരു പൂച്ചനെ കൊണ്ടുവന്നെന്ന് പറഞ്ഞില്ലേ, കോയൻ്റെ ഒരു കുസൃതി ഞാൻ കാണിച്ചു തരാം. ഞാനകത്ത് കിടക്കുക. കോയേ 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 ഇവിടെ വാ കോയേ. കോയേ, ഇതൊക്കെ എൻ്റെ മോള് അത് കിടക്കുമെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ട. ഇതാ ഒരു ഹൈ കൊടുത്തേ. വിളിച്ചാൽ വരും. അത് ഞാൻ റൂം അടിച്ചിട്ട് കിടക്കുകയാണ്. കൈ സുഖമില്ലാത്തതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ കോയ ഒറ്റയ്ക്കാണുള്ളത്. മോളുണ്ട്, മോളിങ്ങനെ സ്വരിക്കേടാക്കി കണ്ടെടുക്കും. അപ്പോൾ ആശാൻ അടയുമ്പടിയൊക്കെ കിടന്നുറങ്ങിക്കൊണ്ട് നടക്കുക. തിരിച്ചു കൊണ്ടുപോവുക കേട്ടോ. തിരിച്ച് കൊണ്ടുപോകുന്നത് എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ആള് 2 കൂടപ്പിറപ്പുകളൂടി ഉണ്ട് അവർക്ക് പൂച്ചക്ക് 2 എണ്ണത്തിനാ ഇവിടുന്ന് മാറ്റി. 5 മക്കളുണ്ടായില്. പിന്നെന്ന് വെച്ചാൽ അതൊരു കാരണമുണ്ട്. പിന്നെ ഈ ഫുഡിൻ്റെ സ്മെല്ല് എനിക്ക് പിടിക്കുന്നില്ല. ഇവർക്ക് സ്പെഷ്യൽ ഫുഡാണല്ലോ, എനിക്ക് പിടിക്കില്ല ഗൈസ്. അപ്പം അങ്ങനെയാണ് ഇതുവരെ കിടന്നതാ. പിള്ളേരൊന്ന് വന്നാലൊന്ന് ഒരു ഹാപ്പി ആവില്ലോ. ഇന്നലെ തൊട്ട് വരയ്ക്കാനിരിക്കാമെന്ന് വിചാരിച്ചു. ആരും സമ്മതിക്കുന്നില്ല. ഒരു 2 ആഴ്ച ഒന്ന് വെയിറ്റ് ചെയ്യാനൊന്നും എനിക്ക് പറ്റുന്നില്ലെങ്കിൽ എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു, ചെറിയ എന്തെങ്കിലും ഒരു ഇഷ്യൂ വലുതാക്കി എടുക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കുന്നതല്ലേ. എൻ്റെ ഈ മുടി കളർ ചെയ്ത് എത്ര പേര് ചോദിക്കുന്നറിയോ. പിന്നെ ഞാൻ ഇൻ്റർവ്യൂവിന് വന്ന ഒരു കൊച്ച് ഫുള്ളായിട്ട് കളർ ചെയ്തതാ. എന്നിട്ട് എന്നോട് ചോദിച്ചു, ചേച്ചി ഇത് കളർ ചെയ്തത് തന്നെയാണോ? അപ്പം അങ്ങനെയാണ്. എന്താ കോയേ, നല്ല പേരല്ലേ. ജസ്നയുടെ വീട്ടിലെ പൂച്ചയ്ക്ക് ഹിന്ദുവിൻ്റെ പേരിട്ട് എന്ന് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മുസ്ലിം പേരെന്നെ ഇട്ടത്. ഞാൻ ശശിന്നിടാനേ വിചാരിച്ച്. നമ്മൾ ഇവിടെ ആദ്യം കൊണ്ടുവന്ന പൂച്ചയുടെ പേര് പാപ്പു എന്നാട്ടോ. നമ്മൾ പാപ്പു ലിയോ എന്നൊക്കെ ഇട്ട് ഹൈപ്പ് കിട്ടുന്നതിനെക്കാട്ടി നല്ല കോയ. എനിക്ക് ബൈജു എന്നിടാൻ ആഗ്രഹം ഉണ്ടായി. ബൈജു മുരുകനോ ബൈജു എന്നോ ഇടാനുണ്ടായിരുന്നു ആഗ്രഹം. പിന്നെ വേണ്ടാന്ന് പിന്നെ എന്തായി, ദിനേശേണ, അയ്യോ അങ്ങനെ ഇടണമെന്നുണ്ടായിരുന്നു. അതൊക്കെ പട്ടിക്കിടേണ്ട പേരല്ലേ എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഞാൻ കോയാന്നുണ്ടാക്കി. ഒരു മൊല്ലിയാർക്ക് ഞാൻ കോയാന്ന് പേരിട്ടിട്ടുണ്ട്. ആ മൊല്ലിയാർ ഓർമ്മക്ക് കോയ കിടക്കട്ടെ എന്ന് കരുതി. അപ്പം അങ്ങനെയാണ്. പോയി കിടന്നോ, മമ്മി വെറുതെ വിളിച്ചാ. ജസ്ന പൂച്ചയുടെ മമ്മിയായി. എൻ്റെ പിള്ളേരെന്നെ മമ്മിയെന്ന് വിളിച്ചില്ല, പിന്നല്ലേ പൂച്ച വിളിക്കുന്നത്. ഓക്കേ, ബൈ.